അടുത്തത് ഇടവക്കൂറാണ്. ടോറസ് എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര്. കാർത്തികയുടെ 2, 3, 4 പാദങ്ങൾ ചേർന്നതും രോഹിണിയും മകയിരത്തിൻ്റെ 1, 2 പാദങ്ങൾ ചേർന്നതുമാണ് ഇടവക്കൂറ്. കൂറ് അഥവാ ഇടവരാശിക്കാർക്ക് ശുക്രൻ സ്വക്ഷേത്രത്തിലാണ്. അത് അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ചെയ്യും. മനസ്സിനും ശരീരത്തിനും ഒക്കെ സുഖവും ആനന്ദവും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനുള്ള സാഹചര്യമുണ്ട്. ജോലി സംബന്ധമായിട്ട് സ്ഥിരതയുള്ള ഒരു സമീപനം, അതായത് ചെയ്യുന്ന കർമ്മങ്ങളിൽ ഒരു സ്ഥിരതയും അതുകൊണ്ട് വളരെ ശാന്തമായിട്ടുള്ള പ്രവർത്തനം നടത്താൻ സാധിക്കുന്നതാണ്. വളരെ സുതാര്യമായിട്ട് കർമ്മമേഖലയിൽ മുന്നോട്ട് പോകും. ധനപരമായിട്ടും ധനം വർദ്ധിക്കും. 2ാം ഭാവത്തിൽ വ്യാഴമാണ്. അതുപോലെ ചില നേരത്തെ മുൻകൂട്ടി ഉണ്ടായിരുന്ന ചില ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കാനും ഒക്കെ പറ്റുന്ന സമയമാണ്. കുടുംബജീവിതത്തിലും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും. ആരോഗ്യപരമായിട്ട് വലിയ തെറ്റൊന്നും ഇല്ല. യാതൊരു രോഗത്തിനുള്ള കാരണങ്ങളും ഇവിടെ കാണുന്നതില്ല. ഇവർക്ക് മഹാവിഷ്ണുവിനെ പൂജിക്കുക, മഹാലക്ഷ്മി സമേതനായിട്ടുള്ള വിഷ്ണുവിൻ്റെ പൂജ അഥവാ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം, ഇതൊക്കെ നല്ല ഫലങ്ങൾ ചെയ്യുന്നതാണ്.